നിങ്ങൾക്ക് ഇഷ്ടമാണോ? ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവും. കാരണം എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്തുള്ള ഒരു ആന പരിശീലന കേന്ദ്രത്തിലേക്കാണ് ഇന്നത്തെ യാത്ര. പെരുമ്പാവൂരിനടുത്ത് കോടനാട് എന്ന സ്ഥലത്ത് പെരിയാറിന്റെ തീരത്തായിട്ടാണ് ഈ ആന പരിശീലന കേന്ദ്രമുള്ളത്. ചാലക്കുടിയിൽ നിന്നാണ് ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. ചാലക്കുടി അങ്കമാലി കാലടി വഴി ഒക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്ന് ഇടത്തോട്ട് തിരിഞ്ഞാണ് ഈ കോടനാട് പോകുന്നത്. അങ്ങനെ അതിരാവിലെ യാത്ര പുറപ്പെടണം എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷേ 6 മണി ആയപ്പോൾ ഇപ്പോഴത്തെ ക്ലൈമറ്റിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് നല്ല ഇരുട്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഇരുട്ടൊക്കെ മാറി കുറച്ചുകൂടെ നേരം വെളുത്തിട്ട് പോകാം എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ 7 മണിയായി. അതിരാവിലെ പോകുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് റോഡിൽ തിരക്കുണ്ടാവില്ല, വാഹനങ്ങൾ കുറവായിരിക്കും. 2 അവിടെ എത്തിക്കഴിഞ്ഞാൽ വെയിലിൻ്റെ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. പിന്നത്തെ കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവിടെ വിസിറ്റേഴ്സ് കൂടുന്തോറും നമുക്ക് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ രാവിലെ പോവുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമുക്ക് സൗകര്യമായിട്ട് വീഡിയോ എടുക്കാം. അതിനു വേണ്ടിയാണ് അതിരാവിലെ പോകണമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കാലടി എത്തി. കാലടിയുടെ പ്രത്യേകതകൾ എന്താണെന്നറിയാലോ? ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമാണ് കാലടി. ഈ കാലടിയുടെ പ്രത്യേകതകളുള്ളൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നത് ശങ്കരാചാര്യർ സ്ഥാപിച്ച സ്തൂപമാണ്. 7:45 ഞങ്ങൾ ഒക്കൽ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഇവിടുന്നാണ് തിരിഞ്ഞ് കോടനാട് പോകുന്നത്. അപ്പോൾ കോടനാട് എത്തിക്കഴിഞ്ഞാൽ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സൗകര്യം ഉണ്ടോ ഇല്ലയോ എന്നറിയാത്തത് കൊണ്ട് ഞങ്ങൾ കൂടുതൽ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ച് ഇവിടുന്ന് തന്നെ ഒക്കലിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പോകുന്ന വഴിക്കുള്ള റോഡൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയുള്ള റോഡുകൾ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് കുണ്ടും കുഴിയും അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ലാതിരുന്ന നല്ല റോഡുകളായിരുന്നു. അതുകൊണ്ട് തന്നെ യാത്ര സുഖമായിരുന്നു. ഒക്കലിൽ നിന്ന് കോടനാട് പോകുന്നതും ബസ് റൂട്ടുള്ള റോഡിലൂടെയാണ്. ഈ ബസ് റൂട്ടുള്ള റോഡിൽ നിന്ന് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ മാക്സിമം ഒരു 5 മിനിറ്റ് യാത്ര ഉണ്ടാവുള്ളൂ നമുക്ക് ഈ ആന പരിശീലന കേന്ദ്രത്തിൽ എത്തിച്ചേരാനായിട്ട്. അങ്ങനെ ആന പരിശീലന കേന്ദ്രത്തിൽ എത്തിയപ്പോൾ സമയം 8:30. അതുകൊണ്ട് തന്നെ വിസിറ്റേഴ്സ് ഒന്നും അധികം എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് പാർക്കിംഗ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വലിയ പാർക്കിംഗ് ഉണ്ട് അവിടെ. പാർക്കിങ്ങിന് 4 വീലറിന് വരുന്നത് 60 രൂപയാണ്. അപ്പോൾ ഞങ്ങളവിടെ ചെന്ന സമയത്ത് ആനകൾ ഇങ്ങനെ നിരനിരയായിട്ട് പോകുന്ന കണ്ടു. അപ്പോൾ ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് അവർ മോർണിംഗ് വാക്ക് കഴിഞ്ഞിട്ട് നടന്നു പോകുന്ന വഴിയാണ് അവരുടെ ആനക്കൊട്ടിലേക്ക്. എനിക്ക് ആനകളെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ തൊട്ടടുത്ത് ചെന്ന് നോക്കി നിൽക്കാൻ എനിക്ക് പേടിയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് നീങ്ങി നിന്നിട്ടാണ് ഞാൻ ആനയെ നോക്കി കാണുള്ളൂ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അകത്തുള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട്, അതായത് ഇവിടുത്തെ പ്രകൃതി തന്നെയാണ്, പിന്നെ ആനക്കൊട്ടിലും, പിന്നെ ഇവിടെ ഒരു ചെറിയ മാൻ പാർക്ക് ഉണ്ട്. ഇതൊക്കെ കാണാനായിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കണം. ഇതൊക്കെയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജസ്. ടിക്കറ്റ് എടുത്തതിന് ശേഷം അകത്ത് കയറി നമുക്ക് അവിടെ മാൻ പാർക്കുണ്ട്, ആനത്താവളുണ്ട്, കുട്ടികളുടെ പാർക്കുണ്ട്, പിന്നെ ആനയ്ക്കൊരു കുളിക്കടവുണ്ട്. ഇതെല്ലാം നമുക്ക് കാണാം. അതിപ്പോൾ ഓർഡറായിട്ട് ഇന്നത് കണ്ടിട്ടേ അടുത്തത് കാണാവൂ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ആദ്യം വേണമെങ്കിൽ കുട്ടികളുടെ പാർക്കിൽ പോവാം, അതല്ലെങ്കിൽ മാൻ പാർക്കിൽ പോവാം. നമ്മുടെ ഇഷ്ടത്തിന് എവിടെയാണെന്ന് വെച്ചാൽ പോവാം. പ്രത്യേകിച്ച് നമുക്ക് ഓരോന്ന് പറഞ്ഞു തരാൻ ഗൈഡൊന്നുമില്ല. നമ്മുടെ ഇഷ്ടത്തിന് എവിടെയാണെന്ന് വെച്ചാൽ പോയി കാണാം. നമുക്കിവിടെ ഇഷ്ടംപോലെ സ്ഥലം, നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ടുകൾ കുറേ ഉണ്ട്. നമുക്ക് വീഡിയോസ് എടുക്കാം. പിന്നെ ഇവിടുത്തെ പ്രകൃതി, മനോഹരമായ പ്രകൃതിയാണ്. ഇവിടെ കാടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര, ഇതിൻ്റെ അകത്തേക്ക് ഉള്ളിലേക്ക് പ്രത്യേകിച്ച് വെയിൽ വന്ന് നമുക്ക് വെയിൽ കൊണ്ട് നടക്കേണ്ട ഒരു അവസ്ഥയില്ല. ഇവിടെ വെയിലില്ല ഒരു സമയത്ത്, ഫുൾ തണല. നല്ല കാടാണല്ലോ, നല്ല വലിയ വലിയ മരങ്ങളല്ലേ. അതുകൊണ്ട് തന്നെ നല്ല കൂളാണ് ഇവിടെ. ഈ പോകുന്നത് ആന കുളിക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഇവിടെ പെരിയാറിൻ്റെ തീരത്താണ് ഈ ആന പരിശീലന കേന്ദ്രം എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ പെരിയാറിലാണ് ഇവരുടെ കുളിക്കടവുള്ളത്.
അപ്പോൾ നമുക്ക് പോയി കാണാം, ഇവർ കുളിക്കണതൊക്കെ കാണാം, പാപ്പന്മാർ ഇവരെ കുളിപ്പിക്കണതും അതൊക്കെ കാണാം നമുക്ക്. ഈ ആനയുടെ കുളിക്കടവിലേക്ക് പോകുന്ന വഴി ഒരു കുട്ടികളുടെ പാർക്കുണ്ട്. അത് നല്ല ഭംഗിയുള്ളൊരു പാർക്കാണ്. സാധാരണ പാർക്ക് പോലെ വിചാരിക്കരുത്. ഇവിടെ അത്രയധികം കുട്ടികളുടെ പാർക്കിന് ഇമ്പോർട്ടൻസ് കൂടുതലില്ല. പക്ഷേ ഇവിടെ വരുന്ന ആൾക്കാർക്ക്, കൂടെയുള്ള കുട്ടികൾക്ക് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയൊരു ഇത്. അപ്പോൾ അവിടെ ഒരു 3-4 ഊഞ്ഞാലുണ്ട്. പിന്നെ കുട്ടികൾ ചെറിയ ഹട്ട് പോലെ കെട്ടിയിട്ടിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിള്ളേർക്ക് ഓടി കളിക്കാനൊക്കെ അത്യാവശ്യം സ്ഥലമുണ്ട്. പിന്നെ അവിടെ ഒരു പാമ്പും കോണിയും നമ്മൾ ബോർഡ് വെച്ച് കളിക്കില്ലേ, അത് താഴെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. നിലത്ത് ഇങ്ങനെ അത് വലിയതായിട്ട് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് നിന്ന് പാമ്പും കോണിയും കളിക്കാം. അപ്പോൾ അത്ര അടിപൊളിയായിട്ടുള്ളൊരു, അത്ര വലിയൊരു പാമ്പും കോണിയും സെറ്റപ്പ് ഞാൻ നേരത്തെ കണ്ടിട്ടില്ല. ഇത് ആദ്യമായിട്ട് കാണുകയാണ്. എന്തായാലും നല്ല രസമുണ്ട് കാണാൻ. കുട്ടികൾക്കൊക്കെ നല്ല താല്പര്യമായിരിക്കും. ഇതാണ് നമുക്ക് കുളിക്കടവിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള വഴി. ആനയ്ക്ക് പോകാനായിട്ട് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ആനയ്ക്ക് പോകാൻ പാകത്തിനുള്ള വേറെ വലിയ വഴിയുണ്ട്. നമുക്ക് ഇറങ്ങിപ്പോകാനുള്ള വഴി ഇതാണ്. ഇതാണ് പെരിയാറിൻ്റെ തീരത്തെ ആനയുടെ കുളിക്കടവ്. അപ്പോൾ ഈ കാണുന്ന 2 ആന, ഒന്ന് സുനിത, ഒന്ന് പാർവതി എന്നാണ് ഈ ആനകളുടെ പേര്. അപ്പോൾ ഇവരുടെ കുളി ഇങ്ങനെ നോക്കി നിന്ന് കാണാനായിട്ട് നമുക്ക് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് അറിയാമല്ലോ ഇവിടെ ഇങ്ങനെ കുളിക്കണേ, അതിൻ്റെ രീതി എങ്ങനെയാണെന്ന്. അപ്പോൾ പാപ്പാൻ ഇവരോട് ഇങ്ങനെ ഓരോ തട്ടൊക്കെ തട്ടുമ്പോൾ അവർക്ക് അറിയാം അത് ഇരിക്കാനാണോ, നിൽക്കാനാണോ, കിടക്കാനാണോ. അപ്പോൾ അതനുസരിച്ചിട്ട് അവർ അതനുസരിച്ച് അങ്ങോട്ട് ചെയ്യും. അപ്പോൾ ഈ ആനയോട് ഈ പാപ്പാൻ എന്തോ ഒരു തട്ടൊക്കെ തട്ടിയപ്പോൾ ആന വെള്ളത്തിൽ കിടന്ന് അങ്ങനെ അവരെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ആനയുടെ കുളി പെട്ടെന്ന് കഴിയില്ലല്ലോ, ഒരുപാട് സമയം എടുക്കില്ലേ ആനയെ കുളിപ്പിക്കാനായിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ അത്രയും സമയം നോക്കി നിന്നാൽ നമ്മുടെ ഒരുപാട് സമയം പോകും. അതുകൊണ്ട് കുറച്ച് നേരമൊക്കെ അത് കണ്ടു നിന്ന് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. വേറെ ഒരുപാട് കാണാനുണ്ടല്ലോ അവിടെ, അതുകൊണ്ട് കുറച്ച് നേരമൊക്കെ അത് കണ്ടിട്ട് അവിടെ നിന്ന് പോന്നു. ഇതാണ് ആന കുളിക്കടവിലേക്ക് ഇറങ്ങി വരുന്ന വഴി. ഇനി ഞങ്ങൾ ഇവിടുത്തെ ബാക്കി ആനകളെ കാണാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം നടന്നു കഴിഞ്ഞപ്പോൾ ആനത്താവളത്തിലെത്തി. ഇവിടെയുള്ള ആനകളുടെയൊക്കെ ലിസ്റ്റ് വെച്ചിട്ടുണ്ട്. ടോട്ടൽ 7 ആനകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതിൽ 2 പേരെ നമ്മൾ കുളിക്കടവിൽ വെച്ച് കണ്ടു. ബാക്കി 5 പേര് ഇവിടുത്തെ ആനക്കൊട്ടിലുണ്ടാവും. അത് പോയി കാണാം. ഇതാണ് ഒരു ആനക്കൊട്ടിൽ. പാർവതി നമ്മളവിടെ കുളിക്കുന്ന കണ്ടില്ലേ, ആ ആനയുടെ ആനക്കൊട്ടിലിൻ്റെ ഫ്രണ്ടിലെ തൂണിൻ്റെ സൈഡിൽ അവരുടെ പേരെഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അവരുടെ പേരെന്താണെന്നറിയാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇപ്പോൾ ഈ നിൽക്കുന്നത് ആശ എന്ന് പറയുന്ന ആനയാണ്. ഈ ആനയുടെ മോർണിംഗ് വാക്ക് കഴിഞ്ഞ് കുളി കഴിഞ്ഞ് ഇനിയിപ്പോൾ ഫുഡിൻ്റെ ടൈമാണ് ആൾക്ക്. അപ്പോൾ ആൾക്ക് ഫുഡ് കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അവിടെയുള്ളൊരു ചേട്ടൻ. പിന്നത്തെ കാര്യം, പ്ലാവില കഴിക്കുന്ന ആനയെ ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. ഞാൻ കണ്ടിരിക്കുന്നത് പട്ടയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കണതാണ്. ഇത് ഈ പ്ലാവിലൊക്കെ ആന കഴിക്കുമെന്ന് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ ഈ ആനയുടെ ഓരോ പ്രവൃത്തികൾ ഇങ്ങനെ നോക്കി നിൽക്കാൻ നല്ല രസമാട്ടോ. അത് ആനകളെ നല്ല ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ നല്ല രസമായിട്ട് തോന്നും. അല്ലാത്തവരുടെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. ആനകളെ നല്ല ദേഷ്യമുള്ള ആൾക്കാരുണ്ട്. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇപ്പോൾ അവരെ പ്രവൃത്തികൾ ഇങ്ങനെ നോക്കി നിന്ന് കാണാൻ നല്ല രസമാണ്. ഇപ്പം ഈ പ്ലാവിലയുടെ ഒരു കൊമ്പെടുത്ത് പിടിച്ചിട്ട് ആ കൊമ്പിൻ്റെ ആ കോലിൻ്റെ തുമ്പോണ്ട് ദേഹമൊക്കെ ചൊറിഞ്ഞുകൊണ്ടൊക്കെ നിൽക്കണം അവിടെ. 6 ആനകളെയാണ് ഞങ്ങൾ ഇത്ര നേരമായിട്ട് കണ്ടിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ 7ാമത്തെ ആന മെരുങ്ങി വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മെരുങ്ങാൻ വേണ്ടിയിട്ട് മെരുങ്ങി കഴിഞ്ഞിട്ടേ അതിനെ ഇപ്പുറത്തെ ഈ ആനകളുടെയൊക്കെ അടുത്തുള്ള ആനക്കൊട്ടിലാക്കുള്ളൂ എന്ന്. അതുവരെ വേറൊരു സ്ഥലത്ത് നിർത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ വരെ എത്തിയപ്പോഴേക്കും തന്നെ ഇവിടെ തിരക്കായി കേട്ടോ. അത്യാവശ്യം വിസിറ്റേഴ്സൊക്കെ ആയി തുടങ്ങി. അപ്പോൾ തിരക്കായി തുടങ്ങി. വിചാരിച്ച പോലെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റാതായി തുടങ്ങി. അതുകൊണ്ടാണ് ഞങ്ങൾ അതിരാവിലെ വന്നത്. ഇതാണ് ചന്ദ്രുവിനെ നിർത്തിയിരിക്കുന്ന സ്ഥലം. ഇവിടെ അത് ചന്ദ്രുവിൻ്റെ ഒരു പേരും വയസ്സുമുള്ള ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ചന്ദ്രു 49 വയസ്സ്. ഈ കാണുന്നത് ചന്ദ്രുവിൻ്റെ ഡീറ്റെയിൽസ് അല്ല, ചന്ദ്രുവിൻ്റെ ഒരു ആത്മകഥ ആയിട്ടാണ് നമുക്ക് തോന്നുക ഇത് വായിച്ചു കഴിഞ്ഞാൽ.
നമുക്കൊരു സ്നേഹമാണോ അതോ വാത്സല്യമാണോ നമുക്കൊരു സിമ്പതിയാണോ അങ്ങനെ എന്തൊക്കെയോ തോന്നും നമുക്ക് ഈ ചന്ദ്രുവിനോട്. നമുക്കൊരു കൂടുതൽ സ്നേഹം തോന്നും ഇത് വായിച്ചു കഴിഞ്ഞാൽ. ഇത് ഈ കാട്ടിൽ നിന്ന് വരുന്ന ആനകളുണ്ടല്ലോ, ആദ്യമായിട്ട് ഇവിടെ വരുമ്പോൾ അവർ മനുഷ്യരുമായിട്ട് ഒട്ടും ഇണങ്ങിയിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ അവരെ മെരുക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലിട്ടിട്ട് അവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അവരൊരുവിധം മെരുങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കൊണ്ട് കെട്ടുള്ളൂ. കുറച്ച് നാൾ മുൻപ് വരെ ഇവിടെ വേറെയും കുറേ ആനകളുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി ആനകളൊക്കെ ഇവിടുന്ന് മാറ്റി. കുറച്ച് ആന ഗുരുവായൂർ ആനക്കൊട്ടിലേക്ക് മാറ്റി, ബാക്കിയുള്ളവരെയൊക്കെ വേറെ ഓരോ സ്ഥലങ്ങളിലേക്ക് മാറ്റി. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഇത്രയും കുറവായത്. ഇവിടെ ഒറ്റയ്ക്ക് ഒരാനയെ കണ്ടു. അത് മനുഷ്യരായിട്ട് ഭയങ്കര ഇണക്കമുള്ള ആനയാണ്. അതുകൊണ്ടായിരിക്കും ഇതിനെ പ്രത്യേകമായിട്ട് വേറൊരു സ്ഥലത്ത് നിർത്തിയിരിക്കണേ. തൂണിലൊന്നും കെട്ടിയിട്ടിട്ടൊന്നുമില്ല. ഇത് ആളുകൾ വരുമ്പോഴേക്കും ആളുകൾ ഫോട്ടോ എടുക്കാൻ അടുത്തേക്ക് ചെല്ലുമല്ലോ, അപ്പോഴേക്കും തുമ്പിക്കൈ പൊക്കി ഇങ്ങനെ നിൽക്കും. ആളോട് പ്രത്യേകിച്ച് പാപ്പാൻ പറയണതായിട്ടൊന്നും ഞങ്ങൾ കണ്ടില്ല. ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോഴേക്കും ആളിങ്ങനെ തുമ്പിക്കൈ ഉയർത്തി പിടിച്ചിങ്ങനെ നിൽക്കും. അവർ ഫോട്ടോ എടുത്ത് പോണ വരെ അതേ പോസിൽ നിൽക്കും. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ആനകളുടെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് മാൻ പാർക്ക് കാണാനെത്തി. കപ്രിക്കാട് മിനി സൂ. ഈ പാർക്കിലേക്ക് പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇപ്പോൾ ഏകദേശം 10:45 സമയം. അപ്പോൾ നല്ല അത്യാവശ്യം വിസിറ്റേഴ്സിൻ്റെ നല്ല തിരക്കായി തുടങ്ങി ഈ സമയമായപ്പോഴേക്കും. ഇവിടെ മാനുകൾ, ഒരുപാട് മാനുകളൊന്നുമില്ല. ഉള്ളതും അങ്ങേ അറ്റത്ത് പോയി നിൽക്കണതുകൊണ്ട് നമുക്ക് നല്ല രീതിയിലൊന്നും കാണാൻ പറ്റിയില്ല. ഈ കാണുന്നത് മ്ലാവാണ്. മ്ലാവിനെയും അടുത്ത് കാണാൻ പറ്റിയില്ല. അതും അങ്ങേ അറ്റത്ത് പോയി നിൽക്കണേ. അതും നമ്പേഴ്സ് വളരെ കുറവുള്ളൂ ഇവിടെ. അങ്ങനെ ഈ കോടനാട് ആന പരിശീലന കേന്ദ്രത്തിലെ കാഴ്ചകളൊക്കെ ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ വന്ന് കാണാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണിത്. ആനകളെ ഇഷ്ടപ്പെടുന്നവരും പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവരും ഇവിടെ വന്നാൽ മനസ്സിന് നല്ല കുളിർമയുള്ള കാഴ്ചകളൊക്കെ കണ്ട് സന്തോഷമായിട്ട് തിരിച്ചു പോവാം.